ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാവം നമ്മുടെ ആദർശും നയനയും കൂടെ ചെളി ചവിട്ടി കുഴയ്ക്കുന്ന ഒരു മഹാഭാവി മുഴുവൻ ഫോണിൽ പിടിച്ചു. അതൊക്കെ കണ്ട അച്ഛനും അമ്മയും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കാം. നമുക്കിവിടെ നിൽക്കണ്ട, അകത്തേക്ക് പോകാം, അവർ സന്തോഷിക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടനോട് പറയാം നമ്മുടെ കനകം, ഇതെന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നേ, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ദൈവമേ ഈ കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ നീ വന്നേ കനകം വാ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ആദർശ് നയനയോട് പറയുക, ഇതെങ്ങാനും എൻ്റെ അമ്മയെ അറിഞ്ഞാലുണ്ടല്ലോ അതോടെ തീരുമല്ലാവെന്ന്. അമ്മ എങ്ങനെ അറിയാനാണെന്ന് നയന ചോദിച്ചപ്പം, എങ്ങനെ അറിയാനാ, കഴിഞ്ഞ ദിവസം നീ ചെളി ചവിട്ടിയതെല്ലാം അമ്മ അറിഞ്ഞു. അയ്യോ, പറഞ്ഞതുപോലെ ശരിയാണല്ലോ, ഇനി ഇവിടെ ആരെങ്കിലും അറിഞ്ഞിരിപ്പുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നയനം ചുറ്റുപാട് നോക്കി. അപ്പോഴേക്കും പിടിക്കാനുള്ളവൻ എല്ലാം പിടിച്ചുകൊണ്ട് അവൻ്റെ പാട്ടിന് പോയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ചെളി ചവിട്ടിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് അനന്തപുരിയിൽ നമ്മുടെ ജലജ ഫോണിൽ ഈ കാഴ്ച കാണുന്നത്. കൃത്യമായിട്ട് എടുത്തവൻ കൊണ്ടുവന്ന് അതപ്പം ഏൽപ്പിച്ചു കൊടുത്തു. ഇത് മതി, ഇത് മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങനെ ഇരിക്കാം. സന്തോഷവതിയായിട്ട് നമ്മുടെ ജലജ ഇത് വെച്ച് അവൾക്കൊട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ ഫോൺ എടുത്ത് നേരെ പോവുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ ചേച്ചി ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഫോണും കൊണ്ട് ഈ ജലജ ചെല്ലുന്നത്. അവൾ സന്തോഷത്തോടെ ഇരുന്ന് ബുക്ക് വായിക്കുക, അവളെ ഞാൻ വായിപ്പിക്കാം, ഉടനെ തന്നെ ഞാൻ സമാധാനം ഞാനങ്ങ് കളഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നു. അപ്പോൾ ചേച്ചി എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ, സ്വസ്ഥമായിട്ട് ഒരിടത്തും ഇരിക്കാൻ നീ എന്നെ സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചു. ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവൾ വരുക, എൻ്റെ മോനെ ഞാൻ വെറുക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ, എൻ്റെ ഏട്ടത്തിക്ക് ഒരിക്കലും ആദർശിനെ വെറുക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതുപോലുള്ള പ്രവർത്തികളൊക്കെ അവൻ ചെയ്താൽ എന്തു ചെയ്യും? എന്തായാലും ഏട്ടത്തിയും ഏട്ടത്തിയുടെ മോനും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഏട്ടത്തിയെ ഉപേക്ഷിച്ച് അവൻ പോകാതിരിക്കാൻ വേണ്ടി അതിന് മുൻകൈ എടുക്കേണ്ടത് ഞാനല്ലേ, ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ഞാനല്ലേ എന്ന് ചോദിച്ചു. അതിനെന്താടി ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? പുതിയ എന്തെങ്കിലും പരദൂഷണമായിട്ടാണോ നീ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ പല്ല് കടിച്ചിട്ട്, വ്യക്തമായ തെളിവില്ലാതെ ഞാനൊന്നും പറയില്ല എന്നുള്ള കാര്യം ഏട്ടത്തിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ഇത് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ഫോൺ അങ്ങ് വെച്ച് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിയുടെ കിളി പോയി, ദേവയാനി ഞെട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണല്ലോ അത്. അങ്ങനെ തകർന്ന് നിൽക്കുക. അപ്പോൾ എന്താ ഇത് എന്ന് ദേവയാനി ജലജയോട് ചോദിക്കുക. നേരത്തെ മരുമോള് ചെളി ചവിട്ടുന്നതായിരുന്നു ഏട്ടത്തിക്ക് പ്രശ്നം. ഇപ്പോൾ മരുമോളുടെ കൂടെ നിന്ന് സ്വന്തം മോനും ചെളി ചവിട്ടാൻ തുടങ്ങി. എങ്ങനെ ഉണ്ട് ഇപ്പം? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് ചോദിച്ചു. ചവിട്ട് നാടകം ഇപ്പോൾ ചെളിക്കകത്താ. ചെളിയിൽ കുളിച്ച ഒരു വീട്ടിൽ നിന്ന് ബന്ധമെടുത്താൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ മൂപ്പിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് ദേവയാനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. ചേട്ടത്തി, ഇപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഏട്ടത്തിക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ മകൻ ഏട്ടത്തിയുടെ കൈവിട്ട് പോയെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നില്ലേ? ഇത് നടന്നതാണോ എന്ന് ഏട്ടത്തി അവനോട് ചോദിക്കണം. അപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ദേവയാനി പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തി, അവളുടെ വീട്ടിലേക്ക് ആദർശിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അവളുടെ അടിമയാകും അവനെന്ന്. ഇപ്പം എന്തേ സംശയം മാറിയോ എന്ന് ചോദിച്ചു. അതിന് തെളിവ് സഹിതം കണ്ടില്ലേ, അടിമയായില്ലേ? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? നോക്ക്, കൺ തുറന്നു നോക്ക്, ശരിക്കും നോക്കത് മോൻ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, ഇതൊന്നും എൻ്റെ മോനായിരിക്കത്തില്ല എന്നുള്ള രീതിയിൽ ദേവയാനി പറയാം. അങ്ങനെ ഒരിക്കലും അവൻ എന്നോട് കള്ളം പറയില്ല, അങ്ങനെ കള്ളം ഒന്നും പറയാൻ അവനൊരിക്കലും മനസ്സ് വരില്ല, അങ്ങനെയാണ് ഞാൻ എൻ്റെ മോനെ വളർത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദേവയാനി ഇങ്ങനെ പറയുന്നു. അതെനിക്കറിയാം ഏട്ടത്തി, എന്നിട്ടും അവൻ ഈ കോലത്തിലായി പോയില്ലേ ഏട്ടത്തി? അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പിന്നെയും മൂപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണേ. ആ സമയത്ത് ജലജ ഇങ്ങനെ നോക്കുന്നുണ്ട്, ദേവയാനിക്ക് ഇത് കൊള്ളുന്നുണ്ടോ എന്ന്. ദേവയാനിയാണ് ഇതിൽ നിന്ന് കണ്ണു പറിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നീ നിൻ്റെ മോനെ ഓർത്ത് ഉരുകി ഇല്ല താകുവടി, അതാണ് എൻ്റെ ആവശ്യം എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുക മനസ്സിൽ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെളിയിൽ ചവിട്ടിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ കയറിയിരിക്കുന്ന ആദർശിന് ഒരു പാൻസുമായിട്ട് നയനെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ആ പാൻസ് മാറിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെനിക്ക് മാറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇത് ഞാൻ മാറുന്നില്ലെന്നും പറഞ്ഞു. ഇങ്ങനെ പോയാലേ ഞാൻ പെട്ടെന്ന് ഉണങ്ങിക്കോളും, പിന്നെ കൃത്യം 10 മണിക്ക് ഓഫീസിലെത്തുന്ന ഞാൻ, നിനക്കറിയാലോ ഇന്നിപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പാൻസോ മാറാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം ലേറ്റ് ആയെന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല ആദർശേട്ടാന്ന് നയന. ഞാൻ കാണുന്നതല്ലേ ആദർശേട്ടൻ ജോലി സമയം കഴിഞ്ഞിട്ടും വീട്ടിൽ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നത്. പിന്നെന്താ എടി, അങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കമ്പനി വളരുന്നതെന്ന് ആദർശ് പറഞ്ഞു. കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം സ്വന്തം ആരോഗ്യത്തെ പറ്റിയും ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചു. എന്തായാലും കുടുംബജീവിതത്തെപ്പറ്റി ദാമ്പത്യത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. എങ്കിലും ഒരു ഭാര്യയായി വന്നതുകൊണ്ട് ആദർശൻ്റെ ആരോഗ്യം ഞാൻ നോക്കണ്ടേന്ന് നയന പറഞ്ഞു. അതുകൊണ്ടായിരിക്കും എന്നെക്കൊണ്ട് ഓരോരോ ജോലികളൊക്കെ ചെയ്യിക്കുന്നത്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ ചെളിയിൽ വീണായിരുന്നു.
ഈ ചെളിയെന്ന് പറയുന്നതേ അത്ര കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഒരു സമയത്ത് ചെളിയിലുണ്ടായ വീടുകളായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് സിമൻ്റൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ചില മനുഷ്യരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. തലയ്ക്കകത്ത് നിറയെ ചെളിയായിരിക്കും. എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ ആ ചെളിയുള്ള തലയായിട്ടാണ് ഞാൻ പല വിഷമഘട്ടങ്ങളിലും ആദർശേട്ടനെ രക്ഷിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം നയനി അന്നേരം ആദർശനോട് പറഞ്ഞു. തലയ്ക്കകത്ത് നല്ല തലച്ചോറുള്ളവരെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനും ചിരിച്ചുകൊണ്ട് നിൽക്കുക. അനിയൻ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തായി, എന്നിട്ട് വല്ലതും നടന്നോ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആദർശിൻ്റെ ഫോൺ റിങ് ചെയ്തു. നോക്കുമ്പോൾ ആരാ, അമ്മ. അപ്പോൾ നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. പേടിച്ചാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മേ, നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ ഓഫീസിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ്, ഓഫീസിൽ നിന്ന് നീ പുറത്ത് എവിടെയെങ്കിലും പോയായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഇടയ്ക്കൊന്ന് പുറത്ത് പോയായിരുന്നു, എന്നിട്ട് ഇപ്പം തിരിച്ചു വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇടയ്ക്ക് നീ എങ്ങോട്ടാണ് പോയത്? അത് പിന്നെ അമ്മേ ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ശരി ആയിക്കോട്ടെ, ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞ് ആദർശം ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്ത് അമ്മ ഇനി എന്തെങ്കിലും അറിഞ്ഞോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കള്ളവും പറഞ്ഞു എന്ന് ആദർശിനൊരു ടെൻഷൻ. നീയാ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചതെന്ന് പറഞ്ഞ് നയനയെ കുറ്റപ്പെടുത്തുക. നമ്മൾ ഒന്നിച്ച് വന്നതുകൊണ്ട് അമ്മയ്ക്ക് നല്ല സംശയം കാണും, അതുകൊണ്ട് വിളിക്കുന്നതാ, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു നയന. അപ്പം അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് ആദർശം പറഞ്ഞു. അമ്മയ്ക്ക് പറ്റിക്കുകയാണെന്നുള്ളൊരു തോന്നലുണ്ടായാൽ അമ്മ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നൊന്നും പറയാൻ പോലും പറ്റില്ലെന്നും എനിക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്നും ആദർശ് പറയാം. ഇനി വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞാലേ പെട്ടത് തന്നെ. അപ്പം അങ്ങനെയൊക്കെ പറയുമോ? അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിലേ അതല്ല അതിനപ്പുറവും ചിലപ്പോൾ പറഞ്ഞെന്ന് വരുമെന്നും പറഞ്ഞു. ഒന്നാമത് നീ ചെളി ചവിട്ടുന്നത് കണ്ടിട്ട് അത് വലിയ വിഷയമായതാ. അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറഞ്ഞ് ആദർശ് ഡ്രസ്സ് മാറാൻ അങ്ങ് പോയി. ഈ സമയത്ത് നയനെ അവിടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തൊരു ജീവിതമാണെന്ന് ഓർത്ത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജലജയാണ്. ജലജ ഇങ്ങനെ കയറി വരുന്നു. ജലജയുടെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ട്. ആ സമയത്താണ് അവിടെ ദേവയാനി നിൽക്കുന്നത്. ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നു. ഏട്ടത്തി അവനെ വിളിച്ചായിരുന്നോ, അവനെ വിളിച്ച കാര്യം ചോദിച്ചോന്ന്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചായിരുന്നു, അവൻ ഓഫീസിലാണെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം ദേവയാനി പറഞ്ഞപ്പം അത് പച്ചക്കള്ളമാണെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവൻ എന്താ ഏട്ടത്തി ശരിക്കും പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ അതൊന്നും അറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവൻ നേരത്തേക്കും ദേവയാനി ദേഷ്യപ്പെട്ടു. ഏട്ടത്തിയുടെ മൗനമൊക്കെ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരവാണെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. എന്തായാലും അവൻ ഏട്ടത്തിയെ പറ്റിച്ചു. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് ഏട്ടത്തി ദേഷ്യപ്പെടും. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നതിനേക്കാളും അപ്പുറമാണ് സംഭവിക്കുന്നതൊക്കെ. ശരിയല്ലേ എന്ന് ചോദിച്ചു. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ഇനിയിപ്പോൾ ആ പണിയൊക്കെ കളഞ്ഞിട്ട് പ്രതിമയുണ്ടാക്കാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്. നാണക്കേടാണ് എൻ്റെ ഏട്ടത്തി. 4 ആൾ അറിഞ്ഞാൽ പിന്നെ ഏട്ടത്തിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. എന്താ ഇത്? ഏട്ടത്തി എന്ത് മനസ്സിലാക്കാത്തത്? ആരെയും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇതിനെല്ലാം കൂട്ടു നിൽക്കുകയല്ലേ, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്നൊക്കെ നിന്ന് അങ്ങനെ ജലജ പറയണം. ഇതെല്ലാം കേട്ട് ദേവയാനി ഇങ്ങനെ തല ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ഇവളുടെ തലയ്ക്കകത്ത് കയറിയെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള സമയം വേണം മുതലാക്കാനെന്നൊക്കെ ജലജ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം. എൻ്റെ അഭി എന്തായാലും വഴിതെറ്റിപ്പോയി, ഞാൻ സമ്മതിച്ചു. അതുപോലെയൊന്നും ആയിരുന്നില്ല ആദർശിനെ പോലെ നല്ലൊരു മകൻ ഇല്ലായിരുന്നു. ഏട്ടത്തി ഒന്ന് വിരൽ ചൂണ്ടിയാൽ അവൻ പിന്നെ ചലിക്കുന്നവനായിരുന്നില്ല. അങ്ങനെയുള്ളവനാണിപ്പോൾ കല്ല് വെച്ച നുണകൾ സ്വന്തം അമ്മയോട് പറയുന്നത്. അപ്പോൾ എൻ്റെ മോൻ തെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അത് പറഞ്ഞ് എൻ്റെ മനസ്സിളക്കാനൊന്നും നീ നോക്കണ്ടെന്ന് ദേവയാനി പറയുക. ഏത് നേരവും ഏട്ടത്തി എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാകുന്നത്? ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ദേവയാനിയോട് ചോദിക്കുക. ആദർശിൻ്റെ തെറ്റായ പോക്ക് കണ്ടുപിടിച്ച് അത് ഏട്ടത്തി അറിയിക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? അപ്പം എൻ്റെ തലയാകെ ചൂട് പിടിച്ചിരിക്കുക ജലജെ. ആ സമയത്ത് നീ ഇങ്ങനെ ഓരോന്ന് വന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. അതെനിക്ക് കേൾക്കാൻ യാതൊരു താല്പര്യവും ഇല്ലയെന്നും ദേവയാനി പറയണം. എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല ഏട്ടത്തി. എന്തായാലും ഇതുവരെ മോൻ മരുമോളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നുള്ള കാര്യം സത്യമാണ്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ബാക്കി പണിയും കൂടെ ചെയ്തിട്ടേ അവൻ പോകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ന്യൂസൊക്കെ നിനക്കപ്പോൾ എവിടുന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്നേട്ടത്തി, ഞാൻ ഈ വീട്ടിലെ 2 മരുമക്കളുടെ പിന്നാലെയും ചാരന്മാരെ അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുവാണെന്നേരം ജലജ. എൻ്റെ മരുമോള് തരികടയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എങ്കിലും അവൾ ഇതുപോലെ അവളുടെ വീട്ടിലേക്കൊന്നും പോവാറില്ല. അതുപോലെ തന്നെ അഭിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അവൾ പ്രഷർ ചെലുത്താറുമില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണേ. എന്നാലേ നയനയെന്ന് പറയുന്നവൾ അങ്ങനെയൊന്നുമല്ല. അവൾ പഠിച്ച കള്ളിയാ. നയത്തിൽ നിന്ന് കാര്യങ്ങളും നേടിയെടുക്കാനേ അവൾ മിടിക്കുക. അതിനവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെനിക്കറിയാം. ഇനി എപ്പോഴാണ് അമ്മയിൽ നിന്നും മകനെ പൂർണ്ണമായും വേർപെടുത്തി എടുക്കുന്നതെന്ന്
ദൈവത്തിന് മാത്രമേ അറിയൂ എന്നൊക്കെ പറഞ്ഞു. ജലജ അന്നേരത്തേക്കും ഇങ്ങനെ നോക്കുക കേട്ടോ, ഇവക്കട്ട് കൊള്ളുന്നുണ്ടെന്ന് ഈ പറയുകയും ഈ നോട്ടം എല്ലാം ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുക. അതും പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആലോചനയും കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണോ എന്നുള്ളൊരു രീതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നയന വീട്ടിൽ പോകാതെ അവിടെ തന്നെ ഇരിക്കുമ്പോൾ മോളെ സമയം ഒത്തിരി വൈകി ഇനി മോൾ അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാകും, വേഗം പോകാൻ പറഞ്ഞു അച്ഛൻ. അപ്പോൾ ഇന്ന് പണി ചെയ്തതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല എന്നിങ്ങനെ പറഞ്ഞു നമ്മുടെ നയന. അപ്പം ഞങ്ങളും അത് നോക്കിയില്ലെന്ന് കനകവും പറഞ്ഞു. എന്നാൽ ഇനി എൻ്റെ മോള് വേഗം പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പം കുഴപ്പമൊന്നുമില്ലമ്മേ, ഇന്ന് ആദർശേട്ടനും കൂടിയില്ലേ, അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ പറയാം. അപ്പോൾ മോൻ്റെ മാറ്റം അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും നയനയോടും പറയുന്നു. അപ്പോൾ ഇപ്പോഴും ആദർശമോൻ്റെ അമ്മയ്ക്ക് മോളോട് ദേഷ്യമാണോ എന്ന് ചോദിച്ചപ്പം ഇപ്പം ആകെയുള്ളൊരു കുഴപ്പം അത് മാത്രമേ ഉള്ളൂ അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ശരിയാകും മോളെ, എൻ്റെ മോള് വിഷമിക്കേണ്ട, ആദർശം മാറി വരുന്നുണ്ടല്ലോ. ഇന്ന് ഇവിടെ വന്ന് ചെളിയിൽ ചവിട്ടിയതൊക്കെ വലിയ കാര്യം തന്നെയല്ലേ, അതുപോലെ ആദർശിൻ്റെ അമ്മയും മാറി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം മോള് ചെളി ചവിട്ടിയെന്നും പറഞ്ഞേ എന്തെല്ലാം ബഹളങ്ങളാണ് ഇവിടെ ഉണ്ടായത്, അതൊക്കെ അതെ ഇത്ര പെട്ടെന്ന് മാറിയില്ലേ. പിന്നെ ആദർശമോനെ അതുപോലെ ഇവിടെ വന്ന് ഓരോന്നൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയല്ലേ മോളെ, വലിയൊരു മാറ്റമല്ലേ. അപ്പോൾ ചേച്ചി ഇതേ ഓട്ടോ വന്നു, ചേച്ചി പെട്ടെന്ന് എല്ലാം പറഞ്ഞു. അങ്ങനെ അതെ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഓട്ടോ പൈസയൊക്കെ ഞാൻ കൊടുത്തോളാവേ, ഇപ്പം ശമ്പളക്കാരിയാണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു പറഞ്ഞപ്പം നീ അത്രയ്ക്കൊന്നും കാശുകാരിയായി പോയെന്ന് ചോദിച്ചു. ആ ഒരു ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. നയനമോളെ നീ പറയാഞ്ഞിട്ടാ അല്ലെങ്കിൽ അറിയാഞ്ഞിട്ടാ അവളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നന്ദു പഠിക്കേണ്ട സമയത്ത് വലിയ ജോലി എന്നൊക്കെ പറഞ്ഞ് നീ വെറുതെ ഉഴപ്പി നടക്കരുത്, പഠിച്ചേ നന്ദു എങ്കിലും നല്ലൊരു ജോലി സമ്പാദിക്കണം എന്ന് പറഞ്ഞപ്പം അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ചേച്ചി ഇപ്പം ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അനിയത്തി ചേച്ചിയെ വിളിച്ച് ഓട്ടോയിൽ കൊണ്ടുപോയി വിടുന്നു. അങ്ങനെ യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ നമ്മുടെ നയന കയറി ഓട്ടോയിലേക്ക് കയറാൻ തുടങ്ങും. ആ സമയത്ത് ജോലിയുടെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ബാക്കി വരുന്നതെല്ലാം ഞാൻ ചെയ്തോളാം, അടുത്ത ദിവസങ്ങളിൽ വന്ന് പെട്ടെന്ന് തീർക്കാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ നന്ദു എവിടെയാണ് കൊണ്ടുവിടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വന്ന ചെറുപ്പക്കാരൻ നന്ദുവായിട്ട് നല്ല കൂട്ടാം, പേടിക്കേണ്ട ചേച്ചി ഞാൻ കൊണ്ടുവിട്ടോളാം എന്നും പറഞ്ഞു നന്ദുവിനോട്. അങ്ങനെ അവരങ്ങ് പോയി, ടാറ്റയൊക്കെ കൊടുത്ത് നമ്മുടെ നയന പോയി. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ചെളി പാകപ്പെടുത്തിയത് ആരൊക്കെയാണെന്ന് അറിയാവോ, ആദർശും അതുപോലെ തന്നെ നമ്മുടെ നയനമോളും കൂടെ ചേർന്നാണെന്ന് അച്ഛൻ നന്ദുവിനോട് പറഞ്ഞപ്പം നേരാണോ, ആദർശേട്ടൻ ചെളി ചവിട്ടിയോ എന്ന് ചോദിച്ചു. അതാ മോളെ, പിന്നല്ലാതെ ആ കാഴ്ചയെ അതൊന്ന് കാണണ്ടായിരുന്നു എൻ്റെ നന്ദൂട്ടാ. 2 പേരും കൂടെ ചെളിയിൽ അങ്ങനെ നൃത്തം ചവിട്ടുന്നത് കണ്ടിട്ടേ അയൽപക്കക്കാർ പോലും മൂക്കത്ത് വിരൽ വെച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അത്രയ്ക്കൊക്കെ ആദർശേട്ടൻ മാറിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന് നന്ദു. എന്നാലേ വിശ്വസിച്ചേ പറ്റൂ, നേരിൽ കണ്ട കാഴ്ച നടന്നില്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛൻ. എന്നാലും അതൊരു 1.5 മാറ്റമായിപ്പോയല്ലോ എന്ന് നന്ദു പറഞ്ഞപ്പോൾ ഞങ്ങളും അത്ഭുതപ്പെട്ടു പോയെന്ന് അമ്മ പറഞ്ഞു. എല്ലാം നന്നായി വരിക മോളെ, ആ അറുമുഖൻ ഇവിടെ വന്ന് എഗ്രിമെൻ്റ് ഒക്കെ എഴുതിയിട്ട് പോവുകയും ചെയ്തു, ബാക്കി പ്രശ്നങ്ങളെല്ലാം തീർന്നു. പിന്നെ എത്രയും പെട്ടെന്ന് വർക്ക് തീർത്ത് അവരെ അത് ഏൽപ്പിക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഓർഡറുകളൊന്നും ഞാൻ പിടിക്കില്ല. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ സങ്കടത്തോടെ നിൽക്കുക. കടം ഒരുപാടൊക്കെ ഉണ്ടെങ്കിലും അത് വീട്ടാൻ വേണ്ടിയിട്ട് നയനമോളെ നമ്മളിങ്ങനെ ശല്യം ചെയ്യുന്നതൊന്നും ശരിയല്ലെന്നൊക്കെ ഇങ്ങനെ അന്നേരത്തേക്കും അച്ഛൻ അവിടെ നിന്ന് പറയാം. മോൾ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് വേണ്ടതെന്നും. അപ്പം അത് കേട്ടപ്പം ആദർശേട്ടൻ മാറിയെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല അച്ഛാ, അവർ നന്നായി തന്നെ ജീവിച്ചോളുമെന്നുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ പിന്നെ അച്ഛൻ്റെ മൂത്ത മോളെക്കുറിച്ച് മാത്രം ഇനി ചിന്തിച്ചാൽ മതി കേട്ടോ. അവളും അവളുടെ ഭർത്താവും കൂടി ഇനി എപ്പോഴാ അടിച്ചു പിരിയുക എന്നൊന്നും പറയാൻ പറ്റില്ലെന്നും നന്ദു പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ നമ്മുടെ കനകം. കാരണം കേൾക്കുമ്പോൾ ഒരു വിഷമമായിരിക്കുമല്ലോ, എന്തായാലും അമ്മയല്ലേ. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്കും വിഷമിച്ച് കനകം അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഗോവിന്ദേട്ടനും ഇങ്ങനെ വിഷമിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. അതിലൊരു ചെറിയ സത്യം ഉണ്ടല്ലോ, അതുകൊണ്ട് അച്ഛൻ അവിടെ വിഷമിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ദേവയാനി കുത്തിപ്പിടിച്ചിരുന്ന ആദർശനെ വിളിക്കുക. നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, എന്നാൽ പെട്ടെന്നിങ്ങ് വാ, എത്രയും പെട്ടെന്ന് വരണം. അപ്പം എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത് എന്താ അമ്മയ്ക്ക് മക്കളെ വിളിച്ചുകൂടെയെന്ന് ചോദിച്ചു. അയ്യോ അതുകൊണ്ടല്ല അമ്മേ, സാധാരണ അമ്മ അങ്ങനെ തന്നെ വിളിക്കാറില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അസാധാരണമായി വിളിക്കുകയാണ് എന്ന് നീ കരുതിയാൽ മതി എന്ന് ദേവയാനി. അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ പറയാൻ പറഞ്ഞു ആദർശം. അപ്പം നീ ഇങ്ങോട്ടല്ലേ വരുന്നത്, അപ്പം പറഞ്ഞാൽ പോരെ എന്ന് ദേവയാനി. ശരി ഞാൻ ഇനി ഒന്നും പറയുന്നില്ലെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തിനാണോ എന്തോ ദൈവമേ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ആദർശ് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ദേവയാനി ഇങ്ങനെ ഭയങ്കര കട്ടക്കലിപ്പിൽ അവിടെ അങ്ങനെ നിൽക്കുന്നു, പലതും ആലോചിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.